ഹായ്, ഇന്ന് നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എൻ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ആണ് കാണാൻ നമ്മൾ പോകുന്നത്. വാട്ട് വാസ് പൊട്ടൻഷ്യൽ? Electric potential is the work done to bring unit positive charge from infinity to that point. Electric potential at any point is the work done to bring unit positive charge infinity to that point. And in the previous class, we related electric field intensity and electric potential as electric potential is the negative of line integral of electric field intensity. So, V is equal to minus integral E dot dr. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ബന്ധം. ഇലക്ട്രിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ കിട്ടും, തിരിച്ച് പൊട്ടൻഷ്യലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ്. പൊട്ടൻഷ്യൽ സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നീക്കാൻ വേണ്ട വർക്കാണ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷനാണ്. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ ഓർമ്മിക്കുമല്ലോ. E is equal to 1/4πε0 Q/r². ഇതുപോലെ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ആയ ക്യൂവിന്റെ പൊട്ടൻഷ്യൽ r ദൂരത്ത് എത്ര, V എത്രയാണ് r ദൂരത്ത്, ആര് കാരണം? ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് കാരണം. ഈ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തലാണ് നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ ശ്രദ്ധിക്കുക, we know the relation between electric field and electric potential is V is equal to minus integral E dot dr minus integral E dot dr, negative of line integral of electric field is potential. E is electric field intensity, dr is a small distance moved against electric field. Okay, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, plus q is an isolated point charge. We have to determine the electric potential due to that plus q at a point P, and that point P is at a distance small r from plus q. Plus q will നിന്ന് small r ദൂരത്തുള്ള P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ ശ്രമിക്കുക. So we know the relation V is equal to minus integral infinity to P E dot dr. ഇൻഫിനിറ്റിയിൽ നിന്ന് P യിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡിന് എതിരായിട്ടാണ്. അപ്പൊ മൈനസ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു P E dot dr. And that becomes, നമ്മൾ നീക്കുന്നതും ഇങ്ങോട്ടാണ്, ഇടതു ഭാഗത്തേക്കാണ്. ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നതും ഈ ഭാഗത്താണ്. അതുകൊണ്ട് മൈനസ് ഇ ക്യും, ഫോഴ്സ് എത്രയാണ്? മൈനസ് ഇ ആണ്. വൺ പോസിറ്റീവ് ചാർജിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇ ആണ്. അതിനെതിരായി നിൽക്കുമ്പോൾ മൈനസ് ഇ എന്നുള്ള ഫോഴ്സ് നമ്മൾ കൊടുക്കും. അപ്പൊ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മൈനസ് ഇ ആൻഡ് ഡി ആർ? ഡി ആറും അവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്കാണ്, അതായത് പ്ലസ് ക്യൂവിന്റെ അടുത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ട്. മൈനസ് ഇയും ഇങ്ങോട്ടാണ്, ഇ അങ്ങോട്ടാണ്, അപ്പൊ മൈനസ് ഇയും ഇങ്ങോട്ടാണ്. അപ്പൊ മൈനസ് ഇയും പ്ലസ് ക്യൂവിലേക്കാണ്, ഡി ആറും പ്ലസ് ക്യൂവിലേക്കാണ്. അപ്പൊ മൈനസ് ഇക്കും, മൈനസ് വെക്ടർ ഇക്കും ഡി ആറിനും ഇടയ്ക്കുള്ള ആംഗിൾ വിൽ ബി 0 ഡിഗ്രി. സോ മൈനസ് ഇ ഡോട്ട് ഡി ആർ ബിക്കംസ് സിംപ്ലി മൈനസ് ഇ ഡി ആർ. സോ ഈ ഡോട്ട് പ്രൊഡക്റ്റ് അവിടെ പോയി. കാരണം എന്താ? മൈനസ് ഇയും ഡി ആറും ഒരേ ഡയറക്ഷനാണ്. മൈനസ് ഇയും ഡി ആറും ഒരേ ഡയറക്ഷനാണ്. സോ ദാറ്റ് ബിക്കംസ് V is equal to minus integral infinity to r E dr. Now we know electric field intensity at a distance r is 1/4πε0 Q/r², പോയിന്റ് ചാർജ് കാരണം. Therefore E ക്ക് പകരം 1/4πε0 Q/r² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. So V is equal to minus integral infinity to r. P ക്ക് പകരം ഇവിടെ r എന്നുള്ള ദൂരമായി, P എന്നുള്ള പോയിന്റ് r ദൂരത്തായതുകൊണ്ട് so minus integral infinity to r 1/4πε0 Q/r² dr. ഇതിലെ കോൺസ്റ്റന്റുകളാണ് 1, 4πε0 Q ഒക്കെ കോൺസ്റ്റന്റ് ആണ്. മാറുന്നത് ഏതാണ്? ഡി ആർ ആണ്. ദൂരമാണ് മാറുന്നത്. സോ ആറിനെ മാത്രം അവിടെ നിർത്തി, ബാക്കി എല്ലാവരും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. സോ V becomes minus 1/4πε0 Q പുറത്തേക്ക് പോയി. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r 1/r² എന്നുള്ളതിന് പകരം r⁻²2 എന്നാക്കി. സോ r⁻²2 ഇന്റഗ്രേറ്റ് ചെയ്യും. r⁻² ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാലോ, x⁻n ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1/n+1. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, കൂടുതലായിട്ട് മാത്സിൽ വരുന്നുണ്ട്. അപ്പൊ x⁻n ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1/n+1 ആയതുപോലെ
r raised to minus 2 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ r raised to minus 1 by minus 1. r raised to minus 2 plus 1, that is minus 1, divided by minus 2 plus 1, that is minus 1. So 1 by minus നെഗറ്റീവ് ഓൾറെഡി അവിടെ പുറത്തുണ്ട്, minus 1 by 4 pi epsilon 0 q into ബോക്സിന്റെ ഉള്ളിൽ ഇന്റഗ്രേഷൻ കഴിഞ്ഞാൽ r raised to minus 1 by minus 1. ലിമിറ്റ് പുറത്തെഴുതി. എവിടുന്നാണ് ലിമിറ്റ്? എവിടെയാണ് ലിമിറ്റ്? ഈസ് ഇൻഫിനിറ്റി ടു r. ഇൻഫിനിറ്റി ടു r. ഓക്കെ, ഈ നെഗറ്റീവ് സൈനും ക്യാൻസൽ ചെയ്ത് പോയി. സോ വാട്ട് ഹാപ്പൻസ്? മൈനസ് മൈനസ് ക്യാൻസൽസ്. സോ ദാറ്റ് ബിക്കംസ്, നമ്മൾ ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം 1 by infinity വരും. 1 by infinity എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ v is equal to 1 by 4 pi epsilon 0 q by r. ഈ r raised to minus 1 നെ 1 by r എന്ന് എഴുതാം. 1 by r ലെ r ന്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് r കൊടുത്താൽ 1 by r തന്നെ, മൈനസ് ലോവർ ലിമിറ്റ് r ന്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുത്താൽ 1 by infinity വരും. ദാറ്റ് ബിക്കംസ് 0. സോ സിംപ്ലി ദ ഫൈനൽ ആൻസർ ഈസ് v is equal to 1 by 4 pi epsilon 0 q by r. നമ്മൾ പരീക്ഷയ്ക്ക് ഇത്ര പോയിന്റ്സ് എഴുതുന്നുണ്ട്, വളരെ വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമില്ല. മാത്സ് അല്ല പരീക്ഷയ്ക്ക് നോക്കുന്നത്, ഫിസിക്സ് ആണ് നോക്കുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയണം, അത് നന്നായി ശ്രദ്ധിക്കുക. നോട്ടിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോൾ ചുരുക്കി എഴുതുക. അപ്പൊ നമുക്ക് കിട്ടി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ് ഈസ് v is equal to 1 by 4 pi epsilon 0 q by r. ഓക്കെ, നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്ന ഗ്രാഫ് ബിറ്റ്വീൻ v ആൻഡ് r. ഇതുപോലെ നമുക്ക് വരയ്ക്കാം ബിറ്റ്വീൻ ഇ ആൻഡ് ആർ. അപ്പൊ ഞാൻ ഈ ഗ്രാഫ് ശ്രദ്ധിക്കൂ. എക്സ് ആക്സിസിൽ ദൂരത്തിനെ കാണിച്ചിട്ടുണ്ട്. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും ദൂരത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് കാണാൻ പോവുക. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ മാറുക? 1 by r square പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പൊ പരാബോളിക് ഗ്രാഫ് ആയിരിക്കും. അതേ സമയത്ത് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മാറുക? 1 by r ഗ്രാഫ്. 1 by r ഗ്രാഫ്. Therefore ഏതാവും പെട്ടെന്ന് കുറയുക? 1 by r ആവുമ്പോ പെട്ടെന്ന് കുറയില്ല, 1 by r square ആവുമ്പോ പെട്ടെന്ന് കുറയും. ഇലക്ട്രിക് ഫീൽഡ് 1 by r square പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് പെട്ടെന്ന് കുറയും. പൊട്ടൻഷ്യൽ 1 by r പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് മെല്ലെ കുറയും. സോ ഗ്രാഫ് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ച് നിങ്ങളോട് വിയും ഇയും ഏതാണ് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ മാറണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഇതാ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തു. 1 by r square പ്രൊപ്പോർഷണാലിറ്റി ചെയ്തുകൊണ്ട് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്തു. വിന്റെ ഗ്രാഫ് 1 by r പ്രൊപ്പോർഷണാലിറ്റി ചെയ്തുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞിട്ടില്ല. നമുക്ക് കണ്ടോ? അപ്പൊ ഇയും വിന്റെയും വേഴ്സസ് ആർ ഡിസ്റ്റൻസുമായി ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും മാറുന്ന ഗ്രാഫാണ് വരച്ചത്. ഇ പ്രൊപ്പോർഷണൽ ടു 1 by r square ആയിട്ടാണ്, വി പ്രൊപ്പോർഷണൽ ടു 1 by r. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു an isolated point charge is v equal to 1 by 4 pi epsilon 0 q by r. q എന്ന് പറയുന്ന ചാർജിൽ നിന്ന് 6 ദൂരത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഫ്രീ സ്പേസിലാണെങ്കിൽ 1 by 4 pi epsilon 0 q by r. q എന്നുള്ള ചാർജിൽ നിന്ന് 6 ദൂരത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഫ്രീ സ്പേസിലാണെങ്കിൽ 1 by 4 pi epsilon 0 q by r square ആണ്. ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ എന്തായിരുന്നു? ഒരു പോയിന്റ് ചാർജും ഒരു സ്പെറിക്കൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചാർജും തമ്മിൽ ഒരേപോലെയാണ്. അപ്പൊ യൂണിഫോമലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലും ഐസൊലേറ്റഡ് പോയിന്റ് ചാർജും ഒരേപോലെയാണ് പെരുമാറുക എന്ന് കഴിഞ്ഞ ഗോസസ് തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോർമുലയും കൂടി ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ കിട്ടാൻ പോവുകയാണ്. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരുന്നോ അതേ ഫോർമുല തന്നെയാണ് ഒരു യൂണിഫോമലി ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ ഇതാ ഇങ്ങനെ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് കരുതുക. യൂണിഫോമലി ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ ഓർ സ്പെറിക്കൽ ഷെൽ which is uniformly charged and its charge is let it be capital Q. നേരത്തെ Q മുഴുവൻ ഒരു പോയിന്റിലായിരുന്നു. അതിന് പകരം ഇപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ ഇരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക? ഒരു സ്പിയറിന്റെ മുകളിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ചെയ്താൽ ആ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ അതിന്റെ പുറത്തുള്ള പോയിന്റ് പി എന്നുള്ള പോയിന്റ് ആ ഷെല്ലിന്റെ പുറത്താണെങ്കിൽ ആ പുറത്തേക്കുള്ള പിയിലേക്കുള്ള ദൂരം സ്മോൾ ആർ ആണ്. ഇവിടുന്ന് ആ ദൂരം അളക്കുക. സെന്റർ ഓഫ് ദ സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് പി എന്നുള്ള പോയിന്റിലേക്ക് 6 ദൂരമാണെങ്കിൽ പുറത്താണ് ആ ദൂരമെങ്കിൽ എന്തായിരിക്കും? v സമം 1 by 4 pi epsilon 0 q by r ആയിരിക്കും. Just like as the total charge is concentrated at the center of the shell. The same formula 1 by 4 pi epsilon 0 q by r, where q is total charge of the spherical shell, small r is the distance of the point from the center of the shell. If that point is on the surface of the shell, ആ ഷെല്ലിന്റെ സർഫസിലാണെങ്കിൽ that becomes v is equal to small r എന്തായിട്ട് മാറും? capital R ആയിട്ട് മാറും. Therefore v is equal to 1 by 4 pi epsilon 0 q by r. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാക്സിമം ആവും എവിടെത്തുമ്പോഴേക്കും? സർഫസിലേക്ക് വരുമ്പോഴും. അങ്ങനെ ദൂരം കുറഞ്ഞു സർഫസിലെത്തുമ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മാക്സിമം 1 by 4 pi epsilon 0 q by capital R, where capital R is radius of the spherical conductor, q is charge of the spherical conductor. ഇനി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഇൻസൈഡ് ദ സ്പെറിക്കൽ കണ്ടക്ടർ
Inside the uniformly charged spherical conductor, what is electric field? Yes, according to electrostatic shielding, electric field inside the hollow conductor is 0. Now, inside this hollow spherical conductor, E is equal to 0. E is related to potential as negative of potential gradient. So, E is equal to minus dV by dr. Therefore, minus dV by dr is equal to 0. E 0 anengil minus dV by dr 0 ആയി. Minus dV by dr 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? dV by dr 0. dV by dr 0 ആണെങ്കിൽ dV is equal to 0. dV 0 ആണെങ്കിൽ V is equal to constant. So, inside the hollow spherical conductor, potential is constant, not 0. Potential is not 0. It is constant. ഏതാണ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക? സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 Q by capital R. അപ്പോ ഒരു ഷെല്ലിന്റെ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ഈസ് V equal to 1/4πε0 Q by capital R, same as that on its surface. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇൻസൈഡ് ദ സ്ഫെറിക്കൽ കണ്ടക്ടർ വിച്ച് ഈസ് യൂണിഫോംലി ചാർജ്ഡ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 ബട്ട് പൊട്ടൻഷ്യൽ ഈസ് നോട്ട് 0. അപ്പൊ ഇൻസൈഡ് ദിസ് E equal to 0 but V is not equal to 0. V പൂജ്യമല്ല, E എന്താണ്? പൂജ്യമാണ്. V എത്രയാണ്? സർഫസിലെ പൊട്ടൻഷ്യൽ. സർഫസിലെ എത്രയാണ് പൊട്ടൻഷ്യൽ? 1/4πε0 Q by capital R. അപ്പൊ നമ്മൾ സ്പെറിക്കൽ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ കൂടി ഓർമ്മിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഐസൊലേറ്റഡ് പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യലും കിട്ടി, സ്പെറിക്കൽ ഷെല്ലിന്റെ പൊട്ടൻഷ്യലും കിട്ടി. ഒരാളുടെ പൊട്ടൻഷ്യൽ കൂടി കണ്ടാൽ നമുക്ക് പൊട്ടൻഷ്യലിന്റെ ടോപ്പിക് മുന്നോട്ട് പോകാം. ഇനി ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടെത്തിയിരുന്നു. ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റും ഒക്കെ തറവായി പഠിച്ചതാണ്. 1/4πε0 P/r³ ആയിരുന്നു ഏകദേശം ആക്സിയൽ പോയിന്റില്. 2P/r³ ആയിരുന്നു. ഇക്വറ്റോറിയൽ പോയിന്റിൽ 1/4πε0 P/r³ ആയിരുന്നു. 2:1 റേഷ്യോ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറിയാം. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് അറിയണം ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ കാണാൻ പോകുന്നു. ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് വേഗത്തിൽ പറഞ്ഞു പോകാൻ കേട്ടോ, ടോപ്പിക് ഒന്ന് സ്പീഡിലായിട്ട് പോകാൻ വേണ്ടി. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡൈപോൾ ആണ് AB. ആ ഡൈപോളിലെ രണ്ട് ചാർജുകളാണ് -Q ആൻഡ് +Q. ഡൈപോളിന്റെ ലെങ്ത് ആണ് 2a. ഡൈപോളിന്റെ സെന്ററിനെ ഞാൻ കാണിച്ചിട്ടുണ്ട് O. അപ്പൊ അതിനെ രണ്ട് ഭാഗമാക്കിയിട്ടുണ്ട്, എയും എയും. അപ്പൊ ഡൈപോൾ AB കൺസിസ്റ്റിംഗ് ഓഫ് ചാർജസ് -Q and +Q. O is the center, 2a is the length of the dipole. Consider a point P. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുമ്പോൾ ആക്സിയൽ ലൈൻ വേറെ, ഇക്വറ്റോറിയൽ ലൈൻ വേറെ ആയിട്ടാണ് കണ്ടത്. ഇവിടെ അങ്ങനെയല്ല, കോമൺ ആയിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് നമ്മൾ പോവുക. എന്നിട്ട് നമ്മൾ സ്പെഷ്യൽ കേസിലേക്ക് എടുക്കും. അപ്പൊ നോക്കുക, P is a point. P എന്നുള്ള പോയിന്റിൽ എന്താ കണ്ടത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. P എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ട്. P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം പറയണല്ലോ. എപ്പോഴും നമ്മൾ ദൂരം എങ്ങനെ പറയാ? R ആണ്. അപ്പൊ ഇവിടെയും സ്മോൾ r ആണ്. P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം. എവിടുന്ന ദൂരം അളക്കുക? ഡൈപോളിന്റെ ദൂരങ്ങളൊക്കെ അളക്കുക ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ്. അപ്പോ O എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് 6 ദൂരത്തുള്ള പോയിന്റ് ആണ് P. അത് ഒന്ന് ചെരിഞ്ഞിരിക്കുന്ന സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് ഇവിടെ ആക്സിസുമായിട്ട് എന്താ ആക്സിസ്? ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ -Qനെയും +Qനെയും കൂട്ടി വരയ്ക്കുന്ന ലൈൻ. ആ ലൈനായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ ആക്സിസിനായിട്ട് ഡൈപോൾ മൊമെന്റിനായിട്ട് ഇതല്ലേ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ -Q +Q. അപ്പൊ ഡൈപോൾ മൊമെന്റുമായിട്ട് അല്ലെങ്കിൽ ആക്സിസുമായിട്ട് ഡൈപോൾ ലെങ്തുമായിട്ട് P എന്നുള്ള പോയിന്റിലേക്ക് കൂട്ടി വരച്ച സ്ട്രേറ്റ് ലൈൻ R എന്ന് പറയുന്ന ദൂരം ഉണ്ടാക്കിയ ആംഗിള് തീറ്റയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നത് ഡൈപോളിന്റെ ചാർജുകൾ -Q +Q, അതിനിടയ്ക്കുള്ള ദൂരം 2a. അതുപോലെ P എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം R ആണ്. ആ P എന്നുള്ള പോയിന്റിലേക്ക് വരച്ച സ്ട്രേറ്റ് ലൈൻ ആക്സിസുമായിട്ട് ഡൈപോൾ മൊമെന്റുമായിട്ട് ഉണ്ടാക്കിയ ആംഗിൾ തീറ്റയുമാണ് എന്ന് കരുതുക. നമുക്ക് കാണേണ്ടത് എന്താണ്? അവിടുത്തെ പൊട്ടൻഷ്യലാണ്, Pയിലെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഈസ് എ സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാ പൊട്ടൻഷ്യലുകളും കൂടി കൂട്ടാം. സ്കെലാർ ആയതുകൊണ്ട് ഡയറക്ഷൻ ഒന്നുമില്ല, കൂട്ടാൻ എളുപ്പമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, +Qന്റെ പൊട്ടൻഷ്യല് പോസിറ്റീവ് ആയിരിക്കും, -Qന്റെ പൊട്ടൻഷ്യല് നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നെഗറ്റീവും. അതുകൊണ്ട് P എന്നുള്ള പോയിന്റിൽ +Q ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ +Q ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്താ ഫോർമുല? പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ 1/4πε0 Q/r ആണ്. സോ 1/4πε0 Q ഡിവൈഡ് ബൈ R ന്റെ സ്ഥാനത്ത് +Qവിൽ നിന്ന് Pയിലേക്കുള്ള ദൂരം BP ആണ്. സോ Q ഡിവൈഡ് ബൈ BP. ഞാൻ അപ്രോക്സിമേഷനിലേക്ക് പോവാണ്. കൂടുതലായിട്ട് നമുക്കത് പറയുമ്പോൾ നേരിട്ട് പറയുമ്പോഴാണ് കൂടുതൽ എളുപ്പമാവും. എങ്കിലും ഞാൻ എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുകയാണ്. ഈ BP എന്നുള്ള ദൂരം അപ്രോക്സിമേറ്റ്ലി ശ്രദ്ധിക്കുക. ഞാൻ ഈ BPയിലേക്കുള്ള ദൂരം കാണുന്നതിന് വേണ്ടി ബിയിൽ നിന്ന് നേരത്തെ വരച്ച OPയിലേക്ക്, സെന്ററിൽ നിന്ന് പോയിന്റിലേക്കുള്ള ദൂരമായിട്ടുള്ള OPയിലേക്ക് ഒരു ലംബം വരയ്ക്കുക.
നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ദിസ് ഈസ് എ നോർമൽ, വേണമെങ്കിൽ പറയാം BN ഈസ് എ നോർമൽ ടു OP. എവിടുന്നാണ്? ഫ്രം BP. Therefore, this BP is approximately equal to, ഈ BP യെ ഏകദേശം നിങ്ങൾക്ക് എത്രയായിട്ട് എടുക്കാം? ഈസ് ഈക്വൽ ടു NP ആയിട്ട് എടുക്കാം. വാട്ട് ഈസ് NP? ദാറ്റ് NP ആണ് BP എന്നുള്ള ദൂരം. നോക്കൂ, ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം 6 ആണ്. ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം 6 ആണ്. മൈനസ് ഏതാണ്? ഈ ON എടുത്താണ്. ഈ ON എത്രയായിരിക്കും വരിക? ഇവിടെ ആംഗിൾ തീറ്റയാണ്. ഈ സൈഡ് ഹൈപ്പോട്ടന്യൂസ് A ആണ്. സോ ദിസ് ഈസ് അഡ്ജസന്റ് സൈഡ്. സോ ദാറ്റ് വിൽ ബി A cos തീറ്റ. അപ്പോ NP എന്ന് പറയുന്ന ഏകദേശ ദൂരം BP ഏകദേശം NP ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്നത് എത്രയാണെന്ന് പറഞ്ഞത്? R മൈനസ് A cos തീറ്റ ആയിരിക്കും. അവിടെ ഒന്ന് ചിത്രം ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ ചെയ്തത്? BP കാണാൻ വേണ്ടി ബിയിൽ നിന്ന് OP യിലേക്ക് ഒരു നോർമൽ വരച്ചു. ആ നോർമലാണ് BN. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതാ ഈ BP എന്നുള്ള ദൂരവും ഈ NP എന്നുള്ള ദൂരവും തുല്യമായി തോന്നും. എങ്ങനെയാണെങ്കിലും അതൊക്കെ തോന്നുക. R വളരെ വലുതും A വളരെ ചെറുതുമാകും. അപ്പോ ഈ NP നെ BP ആയിട്ട് എടുക്കാം. ഈ NP ഏതാണ്? OP മൈനസ് ON ആണ്. അതിൽ OP 6 ആണ്. ON ഇവിടെ ആംഗിൾ തീറ്റയാണ്. ഇത് സൈഡ് ഹൈപ്പോട്ടന്യൂസ് A ആണെങ്കിൽ ON എന്നുള്ള അഡ്ജസന്റ് സൈഡ് ഏതായിരിക്കും വരിക? A cos തീറ്റ വരും. സോ ദാറ്റ് ബിക്കംസ് BP is approximately NP equal to R മൈനസ് A cos തീറ്റ. അപ്പൊ നമുക്ക് ഏത് കിട്ടി? പോസിറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ at P is 1/4πε0 Q by R മൈനസ് A cos തീറ്റ കിട്ടും. സിമിലർലി മൈനസ് Q കാരണം, എയിൽ ഇരിക്കുന്ന മൈനസ് Q കാരണം P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ വിൽ ബി മൈനസ് 1 നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് മൈനസ് 1/4πε0 Q by AP ആയിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് AP കണ്ടുപിടിക്കാൻ എന്താ നോക്കൂ. AP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ എയിൽ നിന്ന് നേരത്തെ പറഞ്ഞ OP ഒന്ന് നീട്ടി വരച്ച് ഇവിടേക്ക് ഒരു നോർമൽ വരച്ചു AN. അപ്പൊ OP നെ നീട്ടി ഇങ്ങോട്ട് വരച്ചതിന് ശേഷം AN എന്ന് പറയുന്ന ഒരു നോർമലിനെ ഞാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ AP is approximately equal to എത്ര വരും? AP is approximately equal to എന്താ വരിക? MP ആയിരിക്കും. ആരാണ്? AM is the normal. അപ്പൊ MP ആയിരിക്കും. What is MP? MP is ഈ OP plus OM. That is OP is R plus OM will be വീണ്ടും ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ this is also theta. So this is വീണ്ടും നമുക്ക് OM is adjacent side ആണ്. A hypotenuse ആണ്. Therefore R plus A cos theta ആയിട്ട് കിട്ടും. The OM is A cos theta. ON is A cos theta. ON ഉം OA ഒക്കെ ON ഉം OM ഒക്കെ A cos theta കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ AP അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് വരും? MP ആയിട്ട് മാറും. MP is OP plus OM. OP യുടെ സ്ഥാനത്ത് R, OM ന്റെ സ്ഥാനത്ത് ഇവിടെ ആംഗിൾ തീറ്റ വരും. ഇവിടെ A വരുന്നുണ്ട്. അഡ്ജസന്റ് സൈഡ് is A cos theta. R plus A cos theta. സോ വീണ്ടും നമ്മുടെ ഫോർമുലയിലേക്ക് V due to minus Q is minus 1/4πε0 Q by AP. AP യുടെ സ്ഥാനത്ത് R plus A cos theta കൊടുക്കുക. അപ്പൊ minus 1/4πε0 Q by R plus A cos theta. So total potential is scalar ആയതുകൊണ്ട് നേരെ ആഡ് ചെയ്യുന്നു. V is equal to V plus Q plus V minus Q. That is 1/4πε0 Q by R minus A cos theta plus 1/4πε minus 1/4πε0 Q by R plus A cos theta. So 1/4πε0 Q പുറത്തേക്ക് എടുത്തു. 1 by R minus A cos theta minus of 1 by R plus A cos theta. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മുകൾ ഭാഗത്ത് R മാത്രം ഉണ്ടാവും. 2R വരും. താഴെ ഭാഗത്ത് R² minus A² cos² theta വരും. R² minus A² theta നമുക്ക് അപ്രോക്സിമേറ്റ്ലി R² ആയിട്ട് എടുക്കാം. മുകളില് 2R വരും. ആ 2A വരും. അതില് Q into 2A നെ നമുക്ക് എന്തായിട്ട് എഴുതാം? R minus R ക്യാൻസൽ ചെയ്ത് 2A cos theta വരും. മുകളിൽ 2A cos theta വരും. താഴത്ത് R² minus A² cos² theta വരും. ആ 2A cos theta Q into 2A ഒന്നിച്ചാക്കുമ്പോ P ആവും. അപ്പൊ P cos theta ആവും. താഴത്ത് R² minus A² theta R is greater than A ആണെങ്കിൽ much greater than A ആണെങ്കിൽ if R is much greater than A ആണെങ്കിൽ then അടിയിൽ R² മാത്രമാവാം. So that becomes formula V is equal to approximately 1/4πε0 P cos theta by R². ഞാൻ ചാടിക്കേറി ഇവിടുത്തെ ഒരു ഉത്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ചുരുക്കിയതാണ്. എന്താണ് ഇവിടെ മുകളില് ഈ R minus R ക്യാൻസൽ ചെയ്ത് പോവും. A cos theta A cos theta കൂടി കൂടുമ്പോ മൊത്തം എത്രയായിട്ട് മാറും? 2A cos theta ആവും. ആ Q into 2A എന്നുള്ള Q ഇവിടുത്തെ 2A കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P ആയി മാറും. cos theta അവിടെ നിലനിർത്തി. താഴത്ത് A² minus B² എന്നുള്ള ഫോർമുല പ്രകാരം R² minus A²
കോസ് സ്ക്വയർ തീറ്റ വരും. അതിൽ എ വളരെ ചെറുതാണെങ്കിൽ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റനെ നെഗ്ലക്ട് ചെയ്താൽ അവസാനം അടിയിൽ ഉത്തരം ആർ സ്ക്വയർ. സോ വി ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി 1/4π0 p cos theta by r square. So v is proportional to 1/r square. Electric field was proportional to 1/r cube for a dipole. So potential is proportional to 1/r square. ശ്രദ്ധിക്കുക. ഇനി രണ്ട് കേസുകൾ കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആക്സിയൽ ലൈനിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്സിയൽ ലൈൻ. തീറ്റ ബിക്കംസ് ഈ തീറ്റ എന്തായി മാറും? ഈ ലൈനിലേക്ക് ആവുമ്പോൾ തീറ്റ ബിക്കംസ് 0. ഇങ്ങനെയായിട്ട് മാറുന്ന സമയത്ത് ഈ പറഞ്ഞ പോയിന്റ് ഇങ്ങനെ വരും. So theta becomes 0. Theta 0 ആണെങ്കിൽ cos 0 becomes 1. So that is answer is 1/4π0 p by r square. Axial line electric potential is maximum, which is 1/4π0 p by r square. Equatorial line ഏതാ? Perpendicular bisector ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ തീറ്റ എന്തായി മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. ഈ ആംഗിൾ തീറ്റ 90 ഡിഗ്രി ആവും if p is on the equatorial line. So that becomes theta 90 ഡിഗ്രി ആയ cos 90 0 ആവും, potential is 0. Important. Along the equatorial line, electric potential of an electric dipole is 0. Along the axial line, electric potential due to an electric dipole is maximum. Maximum is 1/4π0 p by r square. In general, it is 1/4π0 p cos theta by r square. അപ്പൊ axial ലൈനിൽ മാക്സിമം ആണ്, 1/4π0 p by r square ആണ്. ഇക്വറ്റോറിയൽ ലൈനിൽ 0 ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് 1/4π0 p by r cube along equatorial line. Potential is 0. Axial line electric field is 1/4π0 2p by r cube ആണ്, and that potential is 1/4π0 p by r square ആണ്. അപ്പൊ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് 0 പൊട്ടൻഷ്യൽ 0. നേരത്തെ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് 0, പൊട്ടൻഷ്യൽ 0. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് എൻ ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് 0, പൊട്ടൻഷ്യൽ 0. ഇത്രയും കാര്യങ്ങളൊന്നും ഓർമ്മിക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഐസൊലേറ്റഡ് പോയിന്റ് ചാർജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ, ദെൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.